കാസർഗോഡ് അടൂരിൽ വീടിന്റെ മതിലിടിഞ്ഞ് 2 കുട്ടികൾ മരിച്ചു. ഇരുവരും സഹോദരങ്ങളാണ്. അടൂർ PHCക്ക് സമീപത്തുള്ള അബൂബക്കറിന്റെ മക്കളായ മുസമ്മിൽ, മുൻസിർ എന്നിവരാണ് മരിച്ചത്. KV ബൈജു വിവരങ്ങൾ പങ്കുവെക്കും. ബൈജു, കഴിഞ്ഞ ദിവസം ഒരു അപകടം തലനാഴിഴയ്ക്കാണ് ഒഴിഞ്ഞുപോയത് കാസർഗോട്ട്. ഇപ്പോൾ ഒരു ദുരന്തം കൂടി സംഭവിച്ചിരിക്കുന്നു അല്ലേ? അതെ രഞ്ജിത്തെ, അങ്ങേയറ്റം ദാരുണമായ സംഭവമാണ് ഇപ്പോൾ അടൂർ പെലമറുവ എന്ന സ്ഥലത്ത് ഇപ്പോൾ നടന്നിട്ടുള്ളത്. അതായത് ഒരു വീടിന്റെ മതിലിടിഞ്ഞ്, മാത്രമല്ല ഇവര് 3 കുട്ടികളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതിൽ 2 കുട്ടികൾ സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതായത് അബൂബക്കറിന്റെ മക്കളായ മുൻസിർ 10 വയസ്സ്, മുസമ്മിൽ 14 വയസ്സ് എന്നിവരാണ് സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചത്. ഈ മണ്ണും അതുപോലെ തന്നെ ഒരു ഷെഡും ഈ മതിലും അപ്പാടെ ഇവരുടെ ദേഹത്തേക്ക് വീഴുകയായിരുന്നു. ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം എത്രത്തോളം ഭീകരമാണ് ആ ഒരു അവസ്ഥ എന്ന്. ഏതായാലും ഇന്ന് രാവിലെ മുതൽ തന്നെ ശക്തമായ മഴയാണ് കാസർഗോഡ് ജില്ലയിൽ അനുഭവപ്പെടുന്നത്. ഒരു 10 മണിയോടുകൂടി പെയ്യാൻ തുടങ്ങിയ മഴയാണ്. ഇതുവരെ ആ മഴ അതേ രീതിയിൽ പെയ്തുകൊണ്ടിരിക്കുന്നു. നേരത്തെ തന്നെ റെഡ് അലർട്ട് ഒക്കെ ഉണ്ട്. ഏതായാലും ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ നൽകിയ സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇങ്ങനെ ഒരു ദാരുണമായ സംഭവം. ഇതൊരു അതിർത്തി പ്രദേശമാണ്, കർണാടകയുടെ അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ് ഈ അടൂർ എന്ന് പറയുന്ന പെലമറുവയിലാണ് ഇത്തരത്തിൽ 2 കുട്ടികളുടെ മരണം സംഭവിച്ചിട്ടുള്ളത്. ഇവരുടെ മൃതദേഹം ഇപ്പോൾ കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലൊരു കുട്ടിക്ക് പരിക്കുമുണ്ട്. എന്നാലും ഇവിടെ ഒരു ചെറിയൊരു ഷെഡ് ഉണ്ടായിരുന്നു. ആ ഷെഡും അപ്പാടെ ഇവരുടെ ദേഹത്തേക്ക് വീഴുന്ന സാഹചര്യമാണ്. ഇവിടെ ഈ അവധി ദിനങ്ങളിലൊക്കെ കുട്ടികൾ കച്ചവടം നടത്താറുണ്ട്. അങ്ങനെ കച്ചവടം നടത്തുന്ന ഒരു സ്ഥലം എന്നാണ് പറയുന്നത്. അവിടെയാണ് ഈ മതിലിടിഞ്ഞ് ഈ ഷെഡിന്റെ മുകളിലേക്ക് വീഴുകയും അവരുടെ ദേഹത്ത് മുഴുവൻ അത്തരത്തിൽ മണ്ണും ചെളിയും വീഴുന്ന സാഹചര്യമാണ് ഉണ്ടായത്. 2 കുട്ടികളും സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെടുന്ന സാഹചര്യമുണ്ട്. ഇന്നലെ ദുരന്തം ഒഴിവായത് തലനാരിഴക്കാണ്. ഒരു സ്കൂളാണ്. സ്കൂളിന് സമീപത്തുള്ള വലിയ കൂറ്റൻ മതിലാണ് ഇടിഞ്ഞു വീണത്. ആ ദൃശ്യം ഇപ്പോഴും ആ ഭീകരമായ ദൃശ്യം ഇപ്പോഴും മനസ്സിലുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിൽ സമാനമായ രീതിയിൽ തന്നെ ഒരു മതിലിടിഞ്ഞ് ഇത്തരത്തിൽ ദാരുണമായ 2 കുട്ടികൾ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. രഞ്ജിത്ത്. ശരി ബൈജു. കഴിഞ്ഞ ദിവസം അവിടെ കൂറ്റൻ മതിലിടിഞ്ഞ് വീണ കാസർഗോഡ് കാഞ്ഞങ്ങാട് UBMC സ്കൂൾ പരിസരത്ത് അപകട ഭീഷണി ഉയർത്തി മറ്റൊരു കൂറ്റൻ മതിൽ കൂടിയുണ്ട്. നിരവധി വീടുകളുള്ള പ്രദേശത്ത് ഏത് സമയത്തും തകർന്നു വീഴാവുന്ന തരത്തിലാണ് മതിൽ നിൽക്കുന്നത്. വിഷയത്തിൽ അധികൃതരുടെ അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. കാഞ്ഞങ്ങാട് നഗരമധ്യത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്താണ് കഴിഞ്ഞ ദിവസം കൂറ്റൻ മതിലിടിഞ്ഞ് വീണത്. നടുക്കുന്ന ദൃശ്യങ്ങളാണ് അത് എന്ന് പറയേണ്ടി വരും. ഏതായാലും ആ പരിസരത്തിന് അതിന് സമീപത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടെയും വലിയ അപകടാവസ്ഥയിലാണുള്ളത്. ഇപ്പോൾ എനിക്ക് പിറകിൽ കാണുന്ന ഈ ഒരു കൂറ്റൻ മതിൽ ഇത് ഏത് സമയത്തും ഇടിഞ്ഞ് താഴേക്ക് വീഴാവുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ഇതിന് ഇന്നലെ മതിലിടിഞ്ഞ് വീണത് അതിന് സമീപത്തുള്ള ഒരു സ്ഥലത്താണ് ഇത്തരം അപകടം. നിരവധി ആളുകൾ യാത്ര ചെയ്യുന്ന ഒരു വഴി കൂടിയാണിത്. അതോടൊപ്പം നിരവധി കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. വലിയ ഭീതിയിലാണ്. മഴ ശക്തമായി ഇനി വരും ദിവസങ്ങൾ ഉണ്ടാകും. അപ്പോൾ വലിയ അപകടാവസ്ഥയിലാണുള്ളത്. നമ്മളിപ്പം പ്രദേശവാസികൾ തന്നെ ചേരുന്നു. എന്താണ് നിലവിൽ ഈ കഴിഞ്ഞ ദിവസമാണ് കൂറ്റൻ മതിൽ ഇതിൽ ഇടിഞ്ഞു എന്നൊരു സാഹചര്യം ഇവിടെ ഉണ്ടായത്. എന്താണ് ഇവിടുത്തെ ഒരു സാഹചര്യം? ഇത് കഴിഞ്ഞ ദിവസം അപകടം നടന്ന സ്ഥലത്ത് നിന്ന് 20 മീറ്റർ മാറിയിട്ടാണ് ഈ മതിലിൻ്റെ സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ചാനലിൽ തന്നെ കാണാൻ പറ്റും. അവിടെ ഇടിഞ്ഞു വീഴുന്ന ഒരു സ്ഥിതിവിശേഷം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കഴിഞ്ഞ വർഷം ഇതിൻ്റെ തൊട്ടുമുട്ടിയിട്ട് ഇതിൻ്റെ പകുതി ഭാഗമാണ് കഴിഞ്ഞ വർഷം പൊളിഞ്ഞു വീണത്. ആ പൊളിഞ്ഞു വീഴുന്ന സമയത്ത് നമ്മൾ ഇവിടുത്തെ ഉദ്യോഗസ്ഥ വൃത്തങ്ങളിൽ നമ്മൾ പറഞ്ഞിരുന്നു. മുനിസിപ്പാലിറ്റിയിലും താലൂക്കിലും എല്ലാം നമ്മൾ ഉത്തരവാദപ്പെട്ട ആൾക്കാർക്ക് നമ്മൾ നിവേദനം കൊടുത്തിരുന്നു. പക്ഷേ നാളിതുവരെ ഒരു അധികാരികളും ഒരു ഉദ്യോഗസ്ഥരും ഇവിടെ വന്ന് ശാശ്വതമായ പരിഹാരത്തിന് വേണ്ടി ശ്രമം നടത്തിയിട്ടില്ല. ഒരു അപകടം വരുന്ന സമയത്ത് മുനിസിപ്പാലിറ്റിയുടെയും താലൂക്കിൻ്റെയും ഉദ്യോഗസ്ഥന്മാർ വരുന്നതല്ലാതെ ശാശ്വതമായ പരിഹാരം വേണമെന്നാണ് നമ്മുടെ നാട്ടുകാരുടെ അഭിപ്രായം. അപ്പോൾ ഇവിടെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനം ഉദ്യോഗസ്ഥന്മാരുടെ എഞ്ചിനീയേഴ്സിൻ്റെ നേതൃത്വത്തിൽ വേണം ഇനിയുള്ള പ്രവർത്തനങ്ങളെങ്കിലും നടക്കേണ്ടത് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇപ്പോൾ കഴിഞ്ഞ ഈ അപകടത്തിൻ്റെ ഈ സ്ഥിതി നിങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കമ്പിയും ആ സിമെൻറ്റിൻ്റെ ആ ഒരു ക്വാളിറ്റിയും നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. ഇത്രയും വലിയ ഒരു മതിൽ കെട്ടാൻ ഇത്രയും ചെറിയ രീതിയിലുള്ള കമ്പിയും സിമെൻറ്റുമാണ് ഉപയോഗിച്ചത്. ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെയോ താലൂക്കിൻ്റെയോ എഞ്ചിനീയേഴ്സിൻ്റെ വിഭാഗം ഇത് അന്വേഷിക്കുകയോ ഇത് അവരുടെ നേതൃത്വത്തിലോ നടന്ന കാര്യമല്ല. അപ്പോൾ ഇനിയുള്ള അപകടങ്ങൾ വരാതിരിക്കാൻ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ഉണർന്ന് പ്രവർത്തിക്കണം എന്നാണ് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് പറയാനുള്ളത്. എന്തായാലും വളരെ അപകടാവസ്ഥയിൽ തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ പോലെ തന്നെ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം. വലിയ തോതിൽ ഇവിടെ ഈ മതിൽ തള്ളി പുറത്തേക്ക് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതോടൊപ്പം ഇതിന് സമീപത്ത് തന്നെ ഇതൊരു തവണ മണ്ണിടിഞ്ഞ സ്ഥലമാണ് ഇപ്പോൾ കാണുന്നത്. ഇത്
വീണ്ടും അതേ അവസ്ഥയിൽ തന്നെ അപകടാവസ്ഥയിൽ തന്നെയാണ് ഇതിപ്പോഴും ഉള്ളത്. മണ്ണിടിഞ്ഞ ഭാഗങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ഇതിന് സമീപത്ത് നമുക്ക് തൊട്ടടുത്താണ് ഇന്നലെ ഈ മണ്ണ് ഇടിഞ്ഞു വന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും നിരവധി വീടുകളുണ്ട് ഈ ഭാഗത്ത്. ഇത്തരത്തിൽ ഏതായാലും ഇതിന് ശാശ്വതമായൊരു പരിഹാരം കണ്ടെത്തണം, അടിയന്തരമായ ഒരു പരിഹാരം കണ്ടെത്തണം എന്നൊരു ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. പ്രത്യേകിച്ച് കാലവർഷം ശക്തി പ്രാപിക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.